ഹലോ കുട്ടികളെ, പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറയുന്ന അതിലെ ഒരു പോയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിലൊരു സ്റ്റോറി പറഞ്ഞിരുന്നു, ഡൊറോത്തി എന്നൊരു പെൺകുട്ടിയുടെ. ഇന്ന് നമ്മൾ ആ ഒരു പോയം അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോയത്തിൻ്റെ പേര് നാച്ചർ സ്പീക്സ് ടു മീ. അതിൻ്റെ മീനിങ് എന്തെന്നറിയാലോ? എന്താണ്? പ്രകൃതി എന്നോട് സംസാരിക്കുന്നു. The beauty of the trees, the softness of the air, the fragrance of the grass speaks to me. The summit of the mountain, the thunder of the sky, the rhythm of the sea speaks to me. The faintness of the stars, the freshness of the morning, the dewdrop on the flower speaks to me. ചീഫ് ഡാൻജോർ അതാ എഴുതിയിട്ടുള്ള ആളുടെ പേര് കേട്ടോ. നാച്ചർ സ്പീക്സ് ടു മീ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നോട് സംസാരിക്കുന്നു. ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് എന്താണ്? മരങ്ങളുടെ ഭംഗി. ദ സോഫ്റ്റ്നെസ് ഓഫ് ദ എയർ വായുവിന്റെ മൃദുത്വം. സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ മൃദുത്വം. ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഗ്രാസ് പുല്ലിന്റെ സുഗന്ധം. ഫ്രാഗ്രൻസ് നമ്മൾ കഴിഞ്ഞ സ്റ്റോറിയിൽ പറഞ്ഞല്ലോ അല്ലെ? എന്താണ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ സുഗന്ധം, പുല്ലിന്റെ സുഗന്ധം. സ്പീക്സ് ടു മീ എന്നോട് സംസാരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ്? മരങ്ങളുടെ ഭംഗിയും വായുവിന്റെ മൃദുത്വം പുല്ലിന്റെ സുഗന്ധമൊക്കെ എന്നോട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടെയിൻ പർവ്വതത്തിന്റെ കൊടുമുടി. സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ കൊടുമുടി, മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ പർവ്വതം, പർവ്വതത്തിന്റെ കൊടുമുടി. ദ തണ്ടർ ഓഫ് ദ സ്കൈ. തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം, ആകാശത്തിന്റെ ഇടിമുഴക്കം. തണ്ടർ ഓഫ് ദ സ്കൈ. ദ റിതം ഓഫ് ദ സീ. റിതം എന്ന് പറഞ്ഞാൽ എന്താണ്? താളം. താളത്തിനാണ് റിതം എന്ന് പറയുന്നത്. ദ റിതം ഓഫ് ദ സീ എന്ന് പറഞ്ഞാൽ കടലിന്റെ താളം. സ്പീക്സ് ടു മീ എന്നോട് സംസാരിക്കുന്നു. ദ ഫെയിൻറ്റ്നെസ് ഓഫ് ദ സ്റ്റാർസ്. ഫെയിൻറ്റ്നെസ് എന്ന് പറഞ്ഞാൽ മയക്കം, നക്ഷത്രങ്ങളുടെ മയക്കം. ദ ഫ്രഷ്നെസ് ഓഫ് ദ മോർണിംഗ് പ്രഭാതത്തിന്റെ പുതുമ. മോർണിംഗ് എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുമ. ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദ ഫ്ലവർ മഞ്ഞുതുള്ളികൾ. ഡ്യൂ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികൾ, പൂവിലെ മഞ്ഞുതുള്ളികൾ. സ്പീക്സ് ടു മീ എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ പോയറ്റ് പറയാണ്, ഇത്രയും മനോഹരമായ ഓരോ കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയാണ്. പ്രകൃതിയിലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയാണെന്നാണ് ഈ ഒരു പോയറ്റ് പറയുന്നത്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് നോക്കാം. ആക്ടിവിറ്റി 1, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ലൈൻസ് ഫ്രം ദ പോയം റിലേറ്റഡ് ടു ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വരികൾ നമ്മുടെ കവിതയിൽ നിന്ന്, ഒരു പോയത്തിൽ നിന്ന് എടുത്ത് താഴെ അവിടെ നിന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ട്രീ ആണ് അല്ലെ? ആ ട്രീക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ലൈൻസ് ഏതാണ്? അതിൽ നോക്കിയാൽ നമുക്ക് ആ പോയത്തിൽ നോക്കിയാൽ കാണാം. ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് മരങ്ങളുടെ ഭംഗി. പിന്നെ ഉള്ളത് ഫ്ലവർ ആണ്. ഫ്ലവറിന് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദ ഫ്ലവർ. ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദ ഫ്ലവർ ആണ് ഫ്ലവറിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ താഴെയുള്ള മൗണ്ടെയിന് റിലേറ്റഡ് ആയിട്ടുള്ളത് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടെയിൻ പർവ്വതങ്ങളുടെ കൊടുമുടി. ആക്ടിവിറ്റി 2, റീഡ് വാട്ട് ഡൊറോത്തി ഹാസ് റിട്ടൺ അബൌട്ട് ഹെർ പെറ്റ്. ഡൊറോത്തി അവളുടെ പെറ്റിനെ കുറിച്ച് എഴുതിയത് വായിച്ചു നോക്കാം. ടോട്ടോ ഈസ് മൈ പെറ്റ് ഡോഗ്. ടോട്ടോ എൻ്റെ പെറ്റ് ഡോഗ് ആണ്. ഹി ഈസ് വെരി ഫ്രണ്ട്ലി. അവൻ വളരെ കൂട്ടാണ്, എന്നോട് നല്ല കൂട്ടാണെന്നാണ് പറയുന്നത്. ഫ്രണ്ട്ലി. ഹി ഈസ് സോ ലോയൽ. അവൻ വിശ്വസ്തനാണ്. ലോയൽ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. ടോട്ടോ ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. ടോട്ടോക്ക് എൻ്റെ കൂടെ കളിക്കാനായിട്ട് ഇഷ്ടമാണ്. ഹി ലൈക്സ് ടു ഈറ്റ് മീൽ. അവന് ഭക്ഷണം വളരെ ഇഷ്ടമാണ്. ഹി വാഗ്സ് ഹിസ് ടെയിൽ ഓൾവേസ്. അവൻ എപ്പോഴും വാലാട്ടിക്കൊണ്ടിരിക്കും. വാക്സ് എന്ന് പറഞ്ഞാൽ ആട്ടുക, വാലാട്ടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ്, ഡ്രോ യുവർ പെറ്റ് ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്. നമ്മുടെ പെറ്റിന്റെ ചിത്രം വരയ്ക്കാനും അതിനെ കുറിച്ച് വിവരിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പെറ്റിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാന്ന് നോക്കാം. കിറ്റി ഈസ് മൈ പെറ്റ് കാറ്റ്. ഷീ ഈസ് വെരി ലവ്ലി. ഷീ ഈസ് വെരി ഫ്രണ്ട്ലി. കിറ്റി എന്റെ പെറ്റ് കാറ്റ് ആണ്. ഷീ ഈസ് വെരി ലവ്ലി. അവള് വളരെ സുന്ദരിയാണ്. ഷീ ഈസ് വെരി ഫ്രണ്ട്ലി. അവള് വളരെ കൂട്ടാണ്. കിറ്റി ലൈക്സ് പ്ലേയിങ് വിത്ത് ബോൾ. അവൾക്ക് ബോളുമായിട്ട് കളിക്കാൻ ഇഷ്ടമാണ്. ഷീ ലൈക്സ് ടു ഡ്രിങ്ക് മിൽക്ക്. പാല് കുടിക്കാൻ ഇഷ്ടമാണ്. ഹി ലൈക്സ് ടു ഈറ്റ് ഫിഷ്. അവൾക്ക് ഫിഷ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ പെറ്റിനെ കുറിച്ചിട്ട് എഴുതുക. ആക്ടിവിറ്റി 3, ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. വാട്ട് ഡിഡ് ഷീ സീ? ഡിസ്ക്രൈബ് ദ സീൻ. അങ്ങനെ ഈ കാറ്റിൽ വീട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൊറോത്തി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്.
അതിവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. She looked out from the high flying house and saw a cloudy sky. അവള് പറന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആകാശം കണ്ടു. The roofs of the houses were broken. മേൽക്കൂരകൾ തകർന്നിട്ടുള്ള വീടുകൾ കണ്ടു. Some houses were completely destroyed. ചില വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ടായിരുന്നു. She saw the broken bridge. അവൾ തകർന്ന പാലം കണ്ടു. The panicked animals were wandering around. പേടിച്ച് മൃഗങ്ങള് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. വാണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ബേർഡ്സ് വിത്ത് ബ്രോക്കൺ നെസ്റ്റ് were circling in the sky. കൂടുകളൊക്കെ തകർന്ന് പക്ഷികൾ ആകാശത്ത് ഇങ്ങനെ വട്ടം ചുറ്റി പറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കാഴ്ചകളൊക്കെയാണ് ഡൊറോത്തി വീടിന്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. Activity 4. A short description is given about the land of the Munchkins. Some words are missing in it. Look at the picture and complete it. അപ്പോൾ എന്താണ് ഈ ഒരു മഞ്ച്കിൻസിന്റെ ലാൻഡിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വേർഡ്സ് മിസ്സിംഗ് ആണ്. നമ്മളോട് ഈ ഒരു പിക്ചർ നോക്കിയിട്ട് അത് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. The land of the Munchkin is very beautiful. മഞ്ച്കിൻസിന്റെ ആ നാട് വളരെ ഭംഗിയുള്ളതാണ്, വളരെ മനോഹരമാണ്. A kite is flying dash the tree. A little munchkin is playing dash the tree. A bird is sitting dash the branch of the tree. Two little birds are dash the nest. അപ്പൊ എന്താ വരുന്നത്? A kite is flying dash the tree. ഒരു പട്ടം പറക്കുന്നുണ്ട്. അത് dash the tree. ട്രീയുടെ ഏത് ഭാഗത്താണ്? മുകളിലാണോ, താഴെയാണോ, ഉള്ളിലാണോ, എവിടെയാണ്? അപ്പൊ മുകളിലൊരു ബോക്സിൽ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓവർ, അണ്ടർ, ഇൻ, ഓൺ. ഓവർ എന്ന് പറഞ്ഞാൽ മുകളിൽ, അണ്ടർ താഴെ, ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ അതിന്മേൽ എന്നുള്ള അർത്ഥം. അപ്പോ ഇവിടെ ഏതായിരിക്കും വരിക? എ കൈറ്റ്. ഇവിടെ നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട് മരത്തിന്റെ മുകളിലാണ് അല്ലെ. അപ്പൊ മരത്തിന് മുകളിലാവുമ്പോൾ നമ്മൾ ഏതാണ് എഴുതേണ്ടത്? ഓവർ. ഓവർ ദ ട്രീ. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഓവർ ദ ട്രീ. ഇനിയോ എ ലിറ്റിൽ മഞ്ച്കിൻ ഈസ് പ്ലേയിങ് ഡാഷ് ദ ട്രീ. ചെറിയ മഞ്ച്കിൻ എവിടെയാണ് കളിക്കുന്നത്? മരത്തിന്റെ എവിടെയാണ്? താഴെയല്ലേ. അപ്പൊ എന്താ വരിക? അണ്ടർ. അണ്ടർ ദ ട്രീ. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. അപ്പൊ ആ പക്ഷി എവിടെയാണ് ഇരിക്കുന്നത്? മരത്തിന്റെ കൊമ്പിൽ അല്ലെ. മരത്തിന്റെ കൊമ്പിന്മേലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ വരിക? ഓൺ ദ ട്രീ. ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ഓൺ എന്നാണ് വരിക. ടു ലിറ്റിൽ ബേർഡ്സ് ആർ ഡാഷ് ദ നെസ്റ്റ്. ചെറിയ പക്ഷിക്കുട്ടികൾ എവിടെയാണ് ഇരിക്കുന്നത്? നെസ്റ്റിന്റെ അകത്താണ് അല്ലെ, ഉള്ളിലാണ്. അപ്പൊ അവിടെ ഇൻ വരും. ടു ലിറ്റിൽ ബേർഡ്സ് ആർ ഇൻ ദ നെസ്റ്റ്. പക്ഷിക്കുഞ്ഞുങ്ങൾ കൂടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 നോക്കാം. ഫൈനലി ഡൊറോത്തി ആൻഡ് ടോട്ടോ റീച്ച് ദെയർ വില്ലേജ്. അങ്കിൾ ആൻഡ് ആന്റി വർ ഹാപ്പി ടു സീ ദം. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡൊറോത്തി ആൻഡ് ഹർ അങ്കിൾ. അങ്ങനെ അവസാനം അവരുടെ ഗ്രാമത്തിൽ തിരിച്ചെത്തി. ഡൊറോത്തിയും അവളുടെ പെറ്റും അവരുടെ ഗ്രാമത്തിൽ തിരിച്ചെത്തി. അങ്ങനെ അങ്കിളിനും അമ്മയ്ക്കും വളരെ സന്തോഷമായി അവരെ കണ്ടപ്പോ. ഇനി അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടാവും അല്ലെ. ഡൊറോത്തി അങ്കിളും തമ്മിൽ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടാവും. കാണാതായതല്ലേ കുറച്ചു നേരം. അപ്പം അതെന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യം അങ്കിൾ ചോദിക്കുന്നുണ്ട്, വേർ യു ഡൊറോത്തി. നീ എവിടെയായിരുന്നു ഡൊറോത്തി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡൊറോത്തി എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവും? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അല്ലെ ഡൊറോത്തിക്ക്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്കിൾ, വേർ യു ഡൊറോത്തി. ഡൊറോത്തി, അങ്കിൾ, when our house was blown away by the wind, we reached land of munchkins. റീച്ച്ഡ് എന്നാണ് കേട്ടോ. അത് ഒരു സ്പെല്ലിംഗ് വിട്ടുപോയിട്ടുണ്ട്. റീച്ച്ഡ് ആണ്. റീച്ച്ഡ് ലാൻഡ് ഓഫ് മഞ്ച്കിൻസ്. അപ്പൊ അങ്കിൾ ചോദിക്കണം, നീ എവിടെയായിരുന്നു ഡൊറോത്തി എന്ന് ചോദിക്കുമ്പോൾ ഡൊറോത്തി എന്താ പറയുന്നത്? ഞങ്ങള് നമ്മുടെ വീട് കാറ്റിൽ പറന്നു പോയിട്ട് ഞങ്ങൾ എത്തിയത് മഞ്ച്കിൻസിന്റെ നാട്ടിലാണെന്ന്. അപ്പോൾ അങ്കിൾ ചോദിക്കണം, വാട്ട് ആർ മഞ്ച്കിൻസ്, വേർ ഈസ് ദെയർ ലാൻഡ്. എന്താണ് മഞ്ച്കിൻസ്, അവരുടെ നാട് എവിടെയാണെന്ന് ചോദിക്കുകയാണ് അങ്കിൾ. അപ്പൊ ഡൊറോത്തി പറയാണ്, മഞ്ച്കിൻസ് ആർ ലിറ്റിൽ പീപ്പിൾ. Their land is far away. Their land name is Oz. Our house landed on a wicked witch and she died. എന്താണ് മഞ്ച്കിൻസിന്റെ നാട്? മഞ്ച്കിൻസ് ചെറിയ ആൾക്കാരാണ്. അവരുടെ നാട് എവിടെയാണ്? കുറെ ദൂരെയാണ്. അവരുടെ നാടിന്റെ പേര് ഓസ് എന്നാണ്. അവരുടെ ലാൻഡിന്റെ പേര്. നമ്മുടെ വീട് ലാൻഡ് ചെയ്തത് ഒരു ദുഷ്ടയായ മന്ത്രവാദിയുടെ മുകളിലായിരുന്നു. അങ്ങനെ അവര് മരിച്ചു എന്ന് പറയാണ്. അപ്പൊ അങ്കിള്, ഓ മൈ ഗോഡ്, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ, ഹൗ ഡിഡ് യു കം ബാക്ക്. ഓ എന്റെ ദൈവമേ, എന്നിട്ട് എന്ത് സംഭവിച്ചു, നിങ്ങൾ എങ്ങനെ തിരിച്ചു വന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഡൊറോത്തി പറയാണ്, the munchkins were slaves of the witch.
When she died, they got freedom. They thanked me. They told me about the Wizard of Oz. We met the wizard and he helped us to reach our village safely. എന്താണ്, മഞ്ജു ക്വീൻസ് ഈ ഒരു ദുഷ്ടയായ മന്ത്രവാദിയുടെ അടിമകളായിരുന്നു. അവള് മരിച്ചപ്പോൾ ഇവർക്ക് ഫ്രീഡം കിട്ടി, ഇവര് സ്വതന്ത്രരായി. അങ്ങനെ അവരെന്നോട് താങ്ക്സ് പറഞ്ഞു. അവര് പറഞ്ഞു ഈ വിസാർഡിനെ, ഓസിലെ ഈ വിസാർഡിനെ കുറിച്ച്, ഒരു മജീഷ്യനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മജീഷ്യനെ കണ്ടു. അദ്ദേഹം ഞങ്ങളെ നമ്മുടെ വില്ലേജിൽ സുരക്ഷിതമായിട്ട് എത്താനായിട്ട് സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ആഡ് മോർ ലൈൻസ്. അപ്പൊ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിനടുത്തായിട്ട് തന്നെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്, ഒരു പോയം പോലെ മനോഹരമായിട്ടുള്ള പിക്ചറും തൊട്ടടുത്തുണ്ട്. അപ്പൊ ആ ഒരു വരികളിൽ എന്താണ് പറയുന്നത്? ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ. നമുക്ക് ആകാശത്തൂടെ പറക്കാം, ഒരുമിച്ച് പറക്കാം. ഓവർ ദ മെഡോസ്, ലെറ്റ്സ് ഫ്ലൈ ക്രൗസ്. പുൽമേടുകൾക്ക് മുകളിലൂടെ പറക്കാം, അതുപോലെ തന്നെ കാക്കകളെ പോലെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രൗസ്, കാക്കകളെ പോലെ പറക്കാം. പിന്നെയോ ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ. വീണ്ടും പറയാണ്, നമുക്ക് ആകാശത്തൂടെ പറക്കാം, ഒരുമിച്ച് പറക്കാം. ഓവർ ദ മൗണ്ടെയിൻസ്, എന്താണ്, പർവ്വതങ്ങൾക്ക് മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്, പട്ടം പോലെ. കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പട്ടം പോലെ പറക്കാന്നാണ്. അപ്പൊ ഇനി ഒരു 4 വരി കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഒരു ഭാവനയിലുള്ള, നമുക്കറിയാവുന്ന ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഇനി ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ അവിടെ ചേർക്കാന്ന് നോക്കുക. അതിനനുസരിച്ച് ഒരു 4 വരി കൂടി നമ്മളവിടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ. ഓവർ ദ റിവേഴ്സ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് പീജിയൻസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 2 വരി സെയിം അതുപോലെ തന്നെ കൊടുക്കാം. പിന്നെന്താ, ഓവർ ദി റിവേഴ്സ്, പുഴകളുടെ മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് പീജിയൻസ്, പ്രാവുകളെ പോലെ പറക്കാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. പുഴക്ക് പകരം നമുക്ക് സീന്ന് കൊടുക്കാം, കടലിൽ നിന്ന് കൊടുക്കാം, അതുപോലെ വേറെ എന്തിനെ പോലെയൊക്കെ നമുക്ക് പറക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതുപോലെ 4 വരികൾ കൂടി തയ്യാറാക്കിയിട്ട് എഴുതി ചേർക്കുക. ആക്ടിവിറ്റി 7 നമുക്ക് ഹിഡൻ വേർഡ്സ് കണ്ടെത്താനാണുള്ളത്. ഫൈൻഡ് ഔട്ട് ഹിഡൻ വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. എന്താണ്, താഴെ കൊടുത്തിട്ടുള്ള ബോക്സിൽ ഒരുപാട് വേർഡ്സ് ഒളിച്ചിരിക്കുന്നുണ്ട്, അത് കണ്ടെത്താനാണ്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് അവരൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔൾ എന്താണെന്ന് അറിയില്ല, മൂങ്ങ അല്ലെ, മൂങ്ങയാണ് ഔൾ. അപ്പൊ ഇതുപോലെ ഒരുപാട് വേർഡ്സ് ഇതിലിങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്, അത് നമ്മളോട് കണ്ടെത്താനാണ്. അപ്പൊ ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ഗെയിം ആണല്ലേ ഇത്. ഒരു ഗെയിം പോലെ തന്നെ കണ്ടിട്ട് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ 3-4 വേർഡ്സ് ഞാനിവിടെ കണ്ടെത്തിയിട്ടുള്ളത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതണം. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ, എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? റെയിൻ ഉണ്ട് അല്ലെ, റെയിൻ ഉണ്ട്, സ്റ്റോം, അതുപോലെ തന്നെ ക്ലൗഡ്, കാർ. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ, സ്റ്റോം കൊടുങ്കാറ്റ്, ക്ലൗഡ് എന്താണ്, മേഘം, കാർമേഘം, കാറ് നമുക്കറിയാലോ, കാറ്. അപ്പൊ ഇതുപോലെ ഇനിയും വേർഡ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങളിവിടെ കണ്ടെത്തിയിട്ട് ബാക്കിയുള്ള ലൈൻസിൽ എഴുതി കൊടുക്കുക. ആക്ടിവിറ്റി 8 എന്താ പറയുന്നത്? ലെറ്റ്സ് മേക്ക് എ പേപ്പർ ക്യാപ്പ്. ഒരു പേപ്പർ ക്യാപ്പ് ഉണ്ടാക്കാനല്ലേ. അപ്പൊ അതിന്റെ പിക്ചറും അത് എങ്ങനെയാണ് മടക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഫോൾഡ് എ പേപ്പർ ഇൻ ഹാഫ് ലെങ്ത് വൈസ്. എന്താണ്, ഒരു പേപ്പർ പകുതിയായിട്ട് നീളത്തിൽ മടക്കുക. നെക്സ്റ്റ് അഗൈൻ ഫോൾഡ് ഇൻ ഹാഫ് ബ്രെഡ്ത് വൈസ് ആൻഡ് ദെൻ അൺഫോൾഡ് ഇറ്റ്. വീണ്ടും പകുതി വീതിയിൽ മടക്കിയെടുക്കാനാണ്. പിന്നെ ഫോൾഡ് ദ ക്ലോസ്ഡ് എഡ്ജ് ഇൻവേർഡ്സ് ഫ്രം ബോത്ത് ദ കോർണേഴ്സ്. അടഞ്ഞ അറ്റം 2 സൈഡ് ഉണ്ടല്ലോ, 2 മൂലകളിൽ നിന്നും അകത്തോട്ട് മടക്കുക. പിന്നെയോ ഫോൾഡ് ദ 2 ബോട്ടം ഫ്ലാപ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. താഴെയുള്ള 2 ഫ്ലാപ്പുകൾ എതിർ ദിശയിൽ നിന്ന് മടക്കിയെടുക്കുക, 2 സൈഡിൽ നിന്നിട്ട് മടക്കിയെടുക്കുക. പിന്നെ ഓപ്പൺ അപ്പ് ദ ഫ്ലാപ്പ്, പിന്നെ ഫ്ലാപ്പുകൾ തുറക്കുക. അപ്പോൾ ഓക്കെ, എന്തായി? ദ ക്യാപ്പ് ഈസ് റെഡി, നൗ വിയർ ഇറ്റ്. ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ ധരിക്കാം കേട്ടോ. അപ്പൊ ഇത് ക്ലാസ്സിൽ ചെയ്ത് നോക്കാനാണ്. അടുത്തതായിട്ട് ലെറ്റ് സിങ് ആൻഡ് ഡാൻസ്. നമുക്ക് പാടി ഡാൻസ് കളിക്കാം. അപ്പൊ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അപ്പൊ അതിനനുസരിച്ചിട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കാനാണ് കേട്ടോ. അത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. എന്താണ്, നമുക്കൊന്ന് പാടി നോക്കാം. ഡിങ് ഡോങ് ദ വിച്ച് ഈസ് ദർ, ദ വിക്കഡ് വിച്ച് ഈസ് ദർ, ഡിങ് ഡോങ് munchkins are here, dancing without fear. ഇതൊരു മീനിങ്സ് ഒക്കെ അറിയാലോ. എന്താണ്, വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദി അല്ലെ, ദുഷ്ടായിട്ടുള്ള മന്ത്രവാദിയാണ്. പിന്നെ ഫിയർ എന്താണ്, പേടി.
അപ്പോൾ ഈ ഒരു പാട്ട് നല്ല ഒരു ട്യൂണൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഡാൻസ് ഒക്കെ ഒന്ന് കളിച്ചു നോക്കുക കേട്ടോ. പാടിയിട്ട് കളിച്ചു നോക്കുക ക്ലാസ്സിൽ. ഇനി ആക്ടിവിറ്റി 9 എന്താ കൊടുത്തു നോക്കൂ. ഐഡന്റിഫൈ ദ സ്ലോഗൻ റിലേറ്റഡ് ടു ദ സിമ്പിൾ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് പ്രൊവൈഡഡ്. ചിഹ്നവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരിച്ചറിഞ്ഞ് നൽകിയിരിക്കുന്ന ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്? സേവ് വാട്ടർ, സേവ് ലൈഫ്. എന്താണ്? വെള്ളം സംരക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക. അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നാച്ചർ. പ്ലാസ്റ്റിക് ഒഴിവാക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. പിന്നെന്താ? ഡോൺ ലിറ്റർ. ലിറ്റർ എന്ന് പറഞ്ഞാൽ മാലിന്യം തള്ളരുതെന്ന്. പിന്നെ ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. പച്ചയായി വളരുക, പച്ചയായി പോവുക. അപ്പൊ നമുക്കിവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ആ പിക്ചറിന്റെ നേരെ ഈ ഒരു ബോക്സിന് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഓരോ സ്ലോഗൻ ഇതിന് നേരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ എന്താണ്? പ്ലാസ്റ്റിക് അല്ലെ? പ്ലാസ്റ്റിക് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പൊ അവിടെ എന്താണ് എഴുതേണ്ടത്? അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നാച്ചർ. അതിന് നേരായിട്ട് അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നാച്ചർ. എന്താണ്? പ്ലാസ്റ്റിക് ഒഴിവാക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന്. പിന്നെ താഴെ എന്താണ് പിക്ചറിൽ കാണിക്കുന്നത്? അവിടെ ഒരു വേസ്റ്റ് ഇങ്ങനെ കളയുകയാണ് അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇതിന്ന് ഏതാണ് എഴുതുക? ഡോൺ ലിറ്റർ. മാലിന്യം തള്ളരുത്. ഡോൺ ലിറ്റർ എന്നതിന് നേരെ എഴുതുക. പിന്നെ എന്താണ്? ഒരു ചെടി ഇങ്ങനെ കുഴിച്ചിടുന്ന ഒരു ചിത്രമാണ് അല്ലെ? അപ്പൊ അതിന്റെ നേരെ എന്തായിരിക്കും വരുന്നത്? എന്തായിരിക്കും? ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. ലാസ്റ്റ് വൺ ഗ്രോ ഗ്രീൻ, അതുപോലെ തന്നെ ഗോ ഗ്രീൻ. അതാണ് എഴുതേണ്ടത്. ഇനി ലാസ്റ്റത്തെ പിക്ചർ എന്താണ്? പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ നേരെ എന്താണ് എഴുതേണ്ടത്? സേവ് വാട്ടർ, സേവ് ലൈഫ്. എന്താണ്? വെള്ളം സംരക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക. അപ്പൊ ഇതെല്ലാം ഇതിൽ നിന്ന് നോക്കിയിട്ട് ഇതിന് അനുയോജ്യമായിട്ടുള്ള നിങ്ങൾ അതിന്റെ നേരെ എഴുതി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? റൈറ്റ് സിമിലർ സ്ലോഗൻസ്. ഇവിടെ സ്ലോഗൻസ് എഴുതി ചേർക്കാനാണ് അല്ലേ? അപ്പോൾ എന്താണ്? മരം മുറിക്കാൻ പോകുന്ന ഒരു സീനാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള സ്ലോഗൻസ് ആണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് സ്ലോഗൻസ് ഇവിടെ എഴുതി കൊടുക്കുക. ഒന്ന് രണ്ടെണ്ണം ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഡോൺ കട്ട് ട്രീസ്. മരങ്ങൾ മുറിക്കരുത്. പിന്നെയോ? സേവ് ദ ട്രീസ്, സേവ് ദ എർത്ത്. മരങ്ങളെ രക്ഷിക്കൂ, ഭൂമിയെ രക്ഷിക്കൂ. അപ്പൊ ഇതേപോലത്തെ ഇതിന് മാച്ച് ആയിട്ടുള്ള സ്ലോഗൻസ് ഇവിടെ എഴുതി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് ഇതേപോലെ എഴുതി കൊടുക്കുക. ആക്ടിവിറ്റി 10 എന്താണ്? സം റിഡിൽസ് ആർ ഗിവൺ ബിലോ. റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട്. താഴെ കുറച്ച് കടങ്കഥകൾ തന്നിട്ടുണ്ട്. അത് റീഡ് ചെയ്ത് കണ്ടെത്തി എഴുതാനാണ്. യു ക്യാൻ സീ മീ ബട്ട് യു ക്യാൻ ഫീൽ മീ. ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്. ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ് ഫ്ലൈ. ഹു ആം ഐ? എന്താണ്? നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. യു ക്യാൻ സീ മീ ബട്ട് യു ക്യാൻ ഫീൽ മീ. പക്ഷെ നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാൻ പറ്റും. ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്. എനിക്ക് മരങ്ങളെ ഡാൻസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ് ഫ്ലൈ. എനിക്ക് പട്ടം പറത്താൻ പറ്റും. ഹു ആം ഐ? ഞാൻ ആരാണ്? അതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത എന്നാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന മരങ്ങളെ ഡാൻസ് ചെയ്യിക്കുന്ന പട്ടം പറത്താൻ സഹായിക്കുന്ന അത് ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. അത് ആരായിരിക്കും? വിൻഡ്. ആരാണ്? കാറ്റ്. കാറ്റാണ് കേട്ടോ. വിൻഡ് ആണ് അതിന്റെ ആൻസർ. ഈ സെക്കൻഡ് വൺ, ഐ ആം ഇൻ ദ സ്കൈ. ഐ ക്യാൻ ബ്രിങ് ദ റൈൻ. 5 ലെറ്റേഴ്സ് മേക്ക് മൈ നെയിം. ഹു ആം ഐ? ഞാൻ എന്താണ്? ആകാശത്തുണ്ട്. ഞാൻ മഴ കൊണ്ടുവരും. 5 ലെറ്റേഴ്സ് ആണ് എൻ്റെ പേരിലുള്ളത്. ഞാൻ ആരാണ് എന്നാണ്. മഴ കൊണ്ടുവരുന്ന ആരാണ്? ആകാശത്തുണ്ടെങ്കിലും മഴ കൊണ്ടുവരുന്നത് ആരാണ്? കാർമേഘം അല്ലെ? മേഘം. അപ്പൊ എന്താ അതിന്റെ ആൻസർ? ക്ലൗഡ്. ക്ലൗഡിൽ എത്ര ലെറ്റർ വരുന്നുണ്ട്? 5 ലെറ്റർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ക്ലൗഡ്. ഇനി ഐ ആം ഹ്യൂജ് ആൻഡ് ടോൾ. ഐ ക്യാൻ സ്റ്റോപ്പ് ദ ക്ലൗഡ്സ്. ഐ ഹാവ് എ സമ്മിറ്റ്. യു ക്യാൻ ക്ലൈംബ് ഓൺ മീ. ഹു ആം ഐ? ഞാന് ഹ്യൂജ് ആൻഡ് ടോൾ. നല്ല ഉയരമുള്ളതും പിന്നെന്താ വലുതുമാണ്. ഐ ക്യാൻ സ്റ്റോപ്പ് ദ ക്ലൗഡ്സ്. എനിക്ക് മേഘങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഐ ഹാവ് എ സമ്മിറ്റ്. എനിക്ക് സമ്മിറ്റ് ഉണ്ട്. എന്താണ്? കൊടുമുടി ഉണ്ട്. യു ക്യാൻ ക്ലൈംബ് ഓൺ മീ. നിങ്ങൾക്ക് എന്റെ മുകളിൽ കയറാം. ഹു ആം ഐ? ആരായിരിക്കും? എന്താണ്? മൗണ്ടൈൻ, പർവ്വതം. അതാണ് അതിന്റെ ആൻസർ. അടുത്തത് എന്താ? നൗ മേക്ക് യുവർ റിഡിൽസ്. ഇനി നിങ്ങളോട് റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. റെയിൻബോ, അതേപോലെ തന്നെ റെയിൻ. ഇത് രണ്ടും വെച്ചിട്ട് ഓരോ റിഡിൽസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പൊ നമുക്കറിയാം ഒരുപാട് റിഡിൽസ് ഉണ്ടല്ലേ? റെയിൻബോ വെച്ചിട്ടും റെയിൻ വെച്ചിട്ടൊക്കെ. അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് ഓരോന്ന് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് റെയിൻബോ വെച്ചിട്ട് നോക്കാം. എന്താണ്? ഐ മെയ്ഡ് ഓഫ് കളേഴ്സ് ഫ്രം റെഡ് ടു വയലറ്റ്. ആഫ്റ്റർ ദ റെയിൻ ഐ ആം ക്വൈറ്റ് ആൻഡ് സൈലന്റ്. വാട്ട് ആം ഐ?
ഐ മെയ്ഡ് ഓഫ് കളേഴ്സ്, ഞാൻ കളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫ്രം റെഡ് ടു വയലറ്റ്, റെഡ് മുതൽ വയലറ്റ് വരെയുള്ള. ആഫ്റ്റർ ദ റെയിൻ, മഴയ്ക്ക് ശേഷം ഐ എം ക്വൈറ്റ് ആൻഡ് സൈലന്റ്, ഞാൻ നിശബ്ദവും ശാന്തനുമായിരിക്കും. ഞാൻ ആരാണ്? റെയിൻബോ അല്ലേ? എന്താണ്? കളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, റെഡ് തൊട്ടിട്ട് വയലറ്റ് വരെയുള്ള കളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. മഴയ്ക്ക് ശേഷം ഐ എം ക്വൈറ്റ് ആൻഡ് സൈലന്റ്, ഞാൻ എന്താണ്? നിശബ്ദനും ശാന്തനുമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദത്തോടു കൂടി വരുന്നതാണ്, മഴയുടെയൊക്കെ. പക്ഷെ റെയിൻബോ അങ്ങനെയല്ലല്ലോ, സൈലന്റ് അല്ലേ? അതാണ് റെയിൻബോനെ കുറിച്ചുള്ള റിഡില്. ഇനി അടുത്ത് നമുക്ക് റെയിൻ വെച്ചിട്ടുള്ള റിഡില് നോക്കാം. റെയിൻ വെച്ചിട്ട് എന്താണ്? ഐ ഫാൾ ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ഹർട്ട്, ഐ പോർ ബട്ട് ഐ എം നോട്ട് എ ജഗ്, ഐ കം ബിഫോർ ദ വേർഡ് ബോ ബട്ട് ഐ എം നോട്ട് ഹെയർ, ഐ ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ ബട്ട് ഐ എം നോട്ട് ദ സൺ, ഐ ക്യാൻ മേക്ക് യു വെറ്റ് ബട്ട് ഐ എം നോട്ട് എ ബാത്ത്, ഐ ഫോൾ ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ഹർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വീഴും പക്ഷെ എനിക്ക് വേദനിക്കില്ല. ഐ പോർ ബട്ട് ഐ എം നോട്ട് എ ജഗ്, ഞാൻ ഒഴിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ജഗ് അല്ല. ഐ കം ബിഫോർ ദ വേർഡ് ബോ ബട്ട് ഐ എം നോട്ട് ഹെയർ, ഞാൻ ബോ എന്ന വേർഡിന് മുമ്പാണ് വരുന്നത് പക്ഷെ ഹെയർ അല്ല, മുടിയല്ല, മുടിയിൽ വെക്കുന്നല്ലേ ബോ. അപ്പോൾ ഞാൻ മുടിയല്ല എന്നാണ് പറയുന്നത്. ബോക്ക് മുമ്പാണ് റെയിൻ വരുന്നത്, അങ്ങനെയാണ് റെയിൻബോ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ബോയുടെ മുമ്പായിട്ട് വരുന്ന വേർഡാണ് ഞാനെന്ന്. ഐ ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ ബട്ട് ഐ എം നോട്ട് ദ സൺ, ഞാൻ ചെടികൾ വളരാൻ സഹായിക്കുന്നുണ്ട് എന്ന് വെച്ച് ഞാൻ സൂര്യനല്ല. ഐ ക്യാൻ മേക്ക് യു വെറ്റ് ബട്ട് ഐ എം നോട്ട് എ ബാത്ത്, ഞാൻ എല്ലാവരും നനയിക്കും അല്ലെ, നിന്നെ നനയിക്കും പക്ഷെ ഞാൻ കുളിക്കാറില്ല. അപ്പൊ അതിന്റെ ആൻസർ റെയിൻ. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് റിഡിൽസ് ഉണ്ട്, നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആക്ടിവിറ്റീസ്. അപ്പൊ മുഴുവനായിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. ഇനി എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നാലും നമുക്ക് ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും ഓണാക്കി ഇടാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.